Hi guys, welcome back to my channel. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഓൾഡ് റീൽസ് അല്ലെങ്കിൽ വീഡിയോസിൻ്റെ റിയാക്ഷൻ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ചിലപ്പോൾ സൗണ്ടിന് ചിലപ്പോൾ ക്ലാരിറ്റി സൗണ്ട് നല്ല വീഡിയോക്കും ക്ലാരിറ്റി കമ്മി ഉണ്ടാകും. എന്താ പറയുക, അത് നെറ്റിൻ്റെയും ഇതിൻ്റെയൊക്കെ കാരണം കൊണ്ടാണ്. പിന്നെ ഫോണിൻ്റെയും പ്രശ്നമുണ്ട്. എന്നാലും ഞാൻ പറയുന്നത് പറയുക മാക്സിമം ഞാൻ ക്ലിയർ കമ്മിയാക്കണം, കാരണം നെറ്റിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിട്ടാണ്. ഇൻഷാല്ലാ അതൊക്കെ ശരിയാക്കും. അപ്പോൾ എന്താ പറയുക, വീഡിയോ ഭയങ്കര ബോറായിട്ട് എന്ന് പറയാൻ മാത്രമൊന്നുമില്ല, അത്യാവശ്യം നല്ല നല്ലതൊക്കെ തന്നെയാണ്. അപ്പോൾ എൻ്റെ ഫസ്റ്റ് റീൽസിൽ അങ്ങോട്ട് തുടങ്ങാമല്ലേ. അപ്പോൾ ചിരിക്കാൻ മാത്രമൊന്നുമില്ല. അത്രയേ ഉള്ളൂ. കാണാൻ പറ്റുമെന്ന് അറിയില്ല, കണ്ടുണ്ടാവും. അപ്പോൾ ഇതാണ് എൻ്റെ ഫസ്റ്റ് റീൽസ്. അപ്പോൾ എന്താ പറയുക, ഭയങ്കര പേടിയായിട്ടാണ് ഞാൻ ഈ റീൽ എടുത്തത്. കാരണം ഭയങ്കര പേടിയാണ്, ഇപ്പോഴും പേടിയാണ്. മറ്റേ എന്താ പറയുക, ഇൻസ്റ്റയിലൊക്കെ റീൽസും അതേപോലെ ഫോട്ടോ വീഡിയോ ഇതൊക്കെ പോസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിയുള്ള കാര്യമായിരുന്നു കേട്ടോ. ഭയങ്കര എന്താ പറയുക, വേറൊന്നും ഉണ്ടായിട്ടൊന്നല്ല, എന്നാലും നമ്മുടെ വാപ്പാനൊക്കെ ഭയങ്കര പേടി. പിന്നെ രണ്ടാമത്തെ വീഡിയോ എന്ന് വെച്ചാൽ എല്ലാം ഇപ്പോൾ പോയി സ്ഥലം എൻ്റെ കണ്ണു ഗ്രേസ്. അപ്പം ഇതാണ് രണ്ടാമത്തെ വീഡിയോ എന്ന് വെച്ചാൽ. പിന്നെ ഗൈസ് ഞാൻ ചില ടൈമിൽ ഞാൻ ഫോണിലോട്ടാണ് എന്താ പറയുക കണ്ണ് കൊടുക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ക്യാമറ കാണുന്നില്ല, ലേറ്റ് അങ്ങോട്ട് വരുന്നതുകൊണ്ട് എനിക്ക് ക്യാമറമൊക്കെ നോക്കാൻ പറ്റുന്നില്ല. സോ നമ്മൾ ഫോണിലോട്ട് നോക്കിയിട്ടാണ് വീഡിയോ എടുക്കുന്നത്. പിന്നെ ഇത് സൈഡിൽ കൊടുക്കാനൊക്കെ പറ്റും, പക്ഷേ എഡിറ്റ് ചെയ്യാൻ എനിക്ക് കുട്ടികളതുകൊണ്ട് ലേശം ടൈമിൻ്റെ ഒരു ഇതുണ്ട്. സോ നമ്മൾ ഇങ്ങനെ കൊടുക്കുന്നതാണ്. ഒന്നാമത്തെ മടി തന്നെയാണ് പ്രശ്നം. പിന്നെ ഇപ്പോൾ രണ്ടാമത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടും ഈ പാട്ടിനൊക്കെ ശരിക്കും അല്ല, ഈ വീഡിയോക്ക് ഭയങ്കര ഫാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഈ തള്ളു നല്ലൊരു ഗൈസ് എന്താ പറയുക, ഈ ചിത്രം വരക്കുന്ന ആർട്ട് ചെയ്യുന്നവരൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ അവർ ചില ആൾക്കാർ എനിക്ക് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അന്ന് ഭയങ്കര ഇതൊക്കെ ആയിരുന്നു. അപ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അതിൻ്റെ ഫോട്ടോസൊക്കെ എനിക്ക് എന്താ പറയുക അവർ പോസ്റ്റ് കൊളാബ് ചെയ്തിട്ട് കൊളാബ് ഉണ്ടോ ഇല്ലേ, പിന്നെന്താ കൊളാബല്ല അല്ലാണ്ട് അയച്ചതാണോ ഒന്നും അറിയില്ല. എന്നാലും ഇങ്ങനെ പോസ്റ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒന്നുമില്ല, പക്ഷെ അക്കൗണ്ട് ഇപ്പോഴുണ്ട്, പോസ്റ്റ് ഇല്ല എന്നുള്ളൂ. ഈ വീഡിയോക്ക് ഒരു പ്രത്യേകത ഉണ്ട് ഗൈസ്. എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഈ ഒരു റീല് ഞാൻ പോസ്റ്റ് ചെയ്ത ടൈമിൽ എനിക്ക് ഒരാൾ സെൻഡ് ചെയ്തിട്ട് എന്നോട് ചോദിച്ചൊരു ചോദ്യമാണ്, എനിക്ക് വല്ല രോഗമുണ്ടോ എന്ന്. അത് ചോദിച്ചതിന് കാരണം ഞാൻ പറഞ്ഞുതരാം. ഈ വീഡിയോയിൽ എഫക്റ്റ് ഇട്ടതുകൊണ്ട് ഞാനിങ്ങനെ ഇളകുന്നതുകൊണ്ട് അമ്മച്ചിട്ടുള്ള ആ ഒരു ഭാഗത്തിൽ ഇങ്ങനെ തല എന്തോ കാട്ടിയപ്പോൾ അങ്ങനെ ഫോൺ ഇതാക്കിയപ്പോഴാണ് തോന്നുന്നു. ഓക്കെ, ഫോൺ ഇതാക്കിയപ്പോഴാണ് തോന്നുന്നു എൻ്റെ ചുണ്ടിൻ്റെ കളറും അതേപോലെ മുഖത്തിൻ്റെ കളറും ഒക്കെ അങ്ങോട്ട് മാറിപ്പോയി. അപ്പോൾ ആ ഒരു ഇതിൽ എന്നോട് ചോദിച്ചൊരു എന്താ പറയുക ചോദ്യമാണ്, എനിക്ക് വല്ല രോഗമുണ്ടോ എന്ന്. ഇത് ചെയ്യാൻ ഭയങ്കര ഇഷ്ടപ്പെട്ട വീഡിയോ ആണ് എനിക്കത്. ഇത്രയുള്ളൂ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, കാരണം ആ മാലയാണ് എനിക്ക് ഭയങ്കര ഭയങ്കര ഒരു ഇഷ്ടമുള്ളൊരു മാലയായിരുന്നു കേട്ടോ. പിന്നെ ഇതൊക്കെ ഞാനും ഈ ഞാനും നല്ല വ്യത്യാസമുണ്ട്. എനിക്കുള്ളത് ഇത്ര വീഡിയോ ഒക്കെ ഒരുപാട് ഫാൻസ് ഉണ്ടായിരുന്നു ഗൈസ്. എൻ്റെ കണ്ണിനെ പറ്റിയൊക്കെ പറഞ്ഞിട്ടും വേറെ ഒന്നത് ഇതൊക്കെ കണ്ടിട്ട് ട്യൂഷനൊന്നും ക്ലാസ്സിന് പിറ്റേന്ന് ചെല്ലാൻ പറ്റില്ല, കാരണം ഭയങ്കര കളിയാക്കലായിരുന്നു കേട്ടോ. എന്നാലും ഞാൻ പൊരുതിയിട്ടുണ്ട് ഗൈസ്. ഞാൻ എന്നാലും റീൽസ് ഇട്ടു. ഞാൻ പിന്നെ സാർമാർ എന്നോട് ഒഴിവാക്കണം എന്ന് പറഞ്ഞത് എന്താ പറയുക എക്സാമിൻ്റെ ടൈമിൽ അത് ഞാൻ ഇതാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്താ പറയുക, എനിക്ക്
കൂടുതൽ എടുക്കണമെന്നുണ്ട്, പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടാവോ ഇല്ലയോ എന്ന് നമുക്ക് അറിഞ്ഞൂടാ. അപ്പോൾ എന്തായാലും ഇത് ഇടുന്നുണ്ട്. സെക്കൻഡ് പാർട്ട് വേണമെന്നുള്ളവർ എന്താ പറയുക കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ മാഷാ അള്ളാ ഇങ്ങനെ സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ലേശം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ കൂടുന്നുണ്ട്. ചില ആൾക്കാർ അതേപോലെ അൺസബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്. അത് ആരാണെന്ന് നമുക്ക് അറിഞ്ഞൂടാ. അപ്പോൾ ഞാൻ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം, ഇഷ്ടപ്പെടാത്തവർ അപ്പം തന്നെ എന്താ പറയുക അൺസബ്സ്ക്രൈബ് ചെയ്യുക, അഥവാ ചെയ്തിട്ടുണ്ടെങ്കിൽ കേട്ടോ. അല്ലെങ്കിൽ എൻ്റെ വീഡിയോ അഥവാ കാണുന്നതാണെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോകാട്ടോ. നമുക്കൊരു നിർബന്ധമില്ല. കാരണം ഇഷ്ടപ്പെടാത്തവരോട് നമുക്ക് എന്താ പറയുക പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പം ഇഷ്ടപ്പെടുന്നവർ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാ അള്ളാ എൻ്റെ ഈ ചാനലിൽ പാട്ടായിട്ടും ഓൺ വോയിസ് സോങ്ങായിട്ടും എന്താ പറയുക സാധാ വൈകുന്നേരം രാവിലെ അതേപോലെ മിനി വ്ളോഗ്സ് വ്ളോഗ് ഇതേപോലെ റിയാക്ഷൻ എനിക്ക് ചാലഞ്ച് ചെയ്യാൻ ഭയങ്കര താല്പര്യമുണ്ട്. പക്ഷേ എൻ്റെ ചാലഞ്ച് ചെയ്യാൻ എൻ്റെ കൂടെ ആരുമില്ല ഗൈസ്. ആർക്കും വീഡിയോയിൽ വരാൻ ഇൻട്രസ്റ്റ് ഇല്ല എന്നല്ല, വരും ഇൻഷാ അള്ളാ. അപ്പോൾ ഇപ്പോൾ ഒന്നും ആയിട്ടില്ലല്ലോ. അപ്പോൾ പിന്നെ അങ്ങനെ 1K അടിക്കട്ടെ. അപ്പോൾ സെറ്റാക്കും ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. പറഞ്ഞ് ലാഗ് അടിപ്പിച്ചതിന് സോറി. അപ്പോൾ ഗൈസ് ബൈ.